ശ്രീ എസ് സജീവൻ, ബി റജി അടക്കമുള്ളവർ ന്യായീകരണ ചുമട്ട് തൊഴിലാളിയാവുകയാണ്. കാരണം ഈ ഏറ്റവും ഭയങ്കരമായ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ട ഈ ഡൈനാസ്റ്റിക്കെതിരായ മീൻസ് രാജകുടുംബവാഴ്ചകൾക്കെതിരായ ഒരു രീതിക്കെതിരെ ലോകം മുഴുവൻ, ലോകത്തിൻ്റെ ജനാധിപത്യം ബോധം മുഴുവൻ ഉണരുന്ന ഒരു കാലഘട്ടത്തിൽ ഈ എലിസബത്ത് രാജ്ഞിയുടെയും ചാൾസ് രാജകുമാരൻ്റെയും ഒക്കെ കുടുംബം ഇപ്പോഴും അവരുടെ മൊണാർക്കിയെ അംഗീകരിക്കുന്നു. ആ രീതിയിലാണ് ബ്രിട്ടൻ പോലും നീങ്ങുന്നത് എന്നൊക്കെയുള്ള പ്രചരണങ്ങളിലൂടെ മറികടക്കാവുന്നതാണോ ഈ നെഹ്റു കുടുംബം എന്ന ഒരു ബാധ്യത? അത്ഭുതം തോന്നുന്നൊരു ന്യായീകരണമാണ് കോൺഗ്രസുകാർ നടത്തുന്നത്. അതായത് ഇപ്പൊ അങ്ങനെയാണെങ്കിൽ ഇന്ത്യയിലെ മുഴുവൻ ജനങ്ങളും അംഗീകരിച്ച അല്ലെങ്കിൽ പോലും ഭൂരിപക്ഷ പ്രകാരം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണല്ലോ നരേന്ദ്രമോദി. ഇനി അദ്ദേഹം വിവാഹിതനല്ലാത്തതുകൊണ്ട് അല്ലെങ്കിൽ അദ്ദേഹത്തിന് മക്കളില്ലാത്തതുകൊണ്ട് അദ്ദേഹം ദത്തെടുക്കുന്ന ആളോ അല്ലെങ്കിൽ അദ്ദേഹത്തിന് പ്രിയപ്പെട്ടവരായിട്ട് അനന്തരാവകാശി ഇന്നയാളാണ് എന്നൊക്കെ ദലൈലാമ പോലുള്ള ആളുകൾക്ക് പറയുന്നില്ല. അങ്ങനെ മതി ഇത് നമ്മൾ തീരുമാനിച്ചാൽ ഇവിടെ തെരഞ്ഞെടുപ്പിന്റെ ആവശ്യമില്ലല്ലോ. അമേരിക്കയില് ഇനി ട്രംപ് തീരുമാനിക്കും. ട്രംപ് തന്നെയാണ് ജനം ഇത്രയൊക്കെ വിമർശനങ്ങൾ ഉണ്ടായിട്ടും ട്രംപിനെ തെരഞ്ഞെടുത്തുകൊണ്ട് ഇനിയിപ്പോ ട്രംപ് തീരുമാനിച്ചാൽ മതി അനന്തരാവകാശിയെ, അത് മതിയെന്ന് തീരുമാനിക്കുന്നു വയ്ക്കാം. ഇതേപോലെ കോൺഗ്രസുകാർക്ക് ട്രംപിനെ അനുകൂലിക്കുന്ന ഇഷ്ടംപോലെ ആളുകൾ അവിടെ ഉണ്ടാവുമല്ലോ. ഇതൊരു വലിയ നമുക്ക് അത്ഭുതകരമായ രീതിയാണ്. പണ്ടേ തന്നെ, ഇതിപ്പോഴത്തെ അല്ല. ഇപ്പൊ റജി പറയുന്നത് എനിക്ക് അത്ഭുതമില്ല. അടിയന്തരാവസ്ഥക്കാലത്ത് അന്നത്തെ കോൺഗ്രസ് പ്രസിഡന്റ് DK ബറുവ പറഞ്ഞ കാര്യം നമുക്കറിയാം. ഇന്ത്യ ഈസ് ഇന്ത്യ, ഇന്ത്യ ഈസ് ഇന്ത്യ എന്ന് പറയുന്ന ഒരു രീതിയിൽ അങ്ങനെ ഒരു നെറേറ്റീവ് ഉണ്ടാക്കിയെടുക്കുകയാണ്. അതായത് ഒരു വ്യക്തിയാണ് ഇതെല്ലാം തീരുമാനിക്കുന്നത്, ഒരു വ്യക്തിക്കാണ് എല്ലാ കാര്യങ്ങളും. അതായിരുന്നു ഒരു വ്യക്തിക്കെതിരെ അവസാനം രാജ്യം മുഴുവൻ രംഗത്തിറങ്ങിയ കാര്യം നമ്മൾ കണ്ടതാണ്. അതൊരു ഭീകരമായ രൂപത്തിലുള്ള ഭരണമായിരുന്നല്ലോ അടിയന്തരാവസ്ഥക്കാലത്ത് ഉണ്ടായിരുന്നത്. അപ്പൊ അങ്ങനെ വ്യക്തിയെ നമ്മൾ കൊണ്ടുവരുമ്പോൾ അതാണ് ഏകാധിപത്യത്തിലേക്കുള്ള ഏറ്റവും വലിയ ഏണിപ്പടി. കോൺഗ്രസ്സുകാർ ഇത് പറയുമ്പോൾ നാളെ ഇതേ രീതിയിൽ BJP-ക്കാർ പറയാണ് അവരിപ്പം നരേന്ദ്രമോദിക്ക് മക്കളില്ലെങ്കിൽ അടുത്തൊരാളായിട്ട് അമിത്ഷായുടെ കുടുംബമാണ് ഇനി ഇവിടെ വേണ്ടത്, അതാണ് ജനം ആഗ്രഹിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് ഇനി അങ്ങോട്ടേക്ക് അവർ മതി, അവർ ഭരിച്ചാൽ മതി, തെരഞ്ഞെടുപ്പിന്റെ ആവശ്യമേ ഇല്ല. ഇപ്പോൾ തന്നെ നമ്മൾ ഏക തെരഞ്ഞെടുപ്പ്, ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്നൊരു സംവിധാനവുമായിട്ട് BJP വരുമ്പോൾ നമ്മളൊക്കെ ഭയക്കുന്നത് ഇനിയൊരു തെരഞ്ഞെടുപ്പ് ഇല്ലാത്ത രീതിയിൽ ഒറ്റ തെരഞ്ഞെടുപ്പോടുകൂടി കാര്യങ്ങൾ അവസാനിപ്പിക്കാനുള്ള നീക്കമാണെന്ന് വിചാരിക്കുകയാണല്ലോ. ഇത് ഏകാധിപത്യത്തിന്റെ ഏറ്റവും വലിയ പ്രശ്നമാണ്. ഒരു വ്യക്തി, ജനാധിപത്യത്തിൽ വ്യക്തിയില്ല, ജനാധിപത്യത്തിൽ ജനങ്ങളാണ് ഉള്ളത്. ഇവിടെ ഇന്ത്യയിൽ ഇപ്പോൾ ഉള്ള മുഴുവൻ ജനങ്ങളും കൂടിയാണല്ലോ രാജ്യം ഭരിക്കുന്നത്. നമ്മുടെ ഭരണഘടന പറയുന്നത് വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്നാണ്, അല്ലാതെ വി ഡിസൈപ്പിൾസ് ഓഫ് നെഹ്റു ഫാമിലി എന്നല്ലല്ലോ പറയുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും ഇവിടെ ഇപ്പോ ഇതുമായി ബന്ധപ്പെട്ട് എത്തി നിൽക്കുന്ന ഒരു ദിശ എന്ന് പറയുന്നത് കുടിക്കുന്നിലിന്റെ പ്രതികരണമാണ്. ഈ വിമർശനങ്ങൾ ജനങ്ങൾ തള്ളിക്കളയും. കുടുംബവാഴ്ച എന്ന പറയുന്ന കാര്യം കോൺഗ്രസിനെ ബാധിക്കുന്നതല്ല, ഇതിനൊക്കെ ഹൈക്കമാൻഡ് മറുപടി പറയും. പിന്നീട് മാത്രമല്ല, എത്തുന്ന വാർത്തകൾ ഹൈക്കമാൻഡിന് ഇത്തരത്തിൽ പറയുന്ന ശശി തരൂരിനോട് വലിയ അതൃപ്തിയുണ്ട്. ഇതാണോ ഒരു ജനാധിപത്യ പാർട്ടിയുടെ ലക്ഷണങ്ങൾ, ശ്രീ സജീവൻ? ഹൈക്കമാൻഡ് എന്ന് പറയുന്നത് എന്താണ്? ഇതാണ് ഇവർ പറയുന്നത്. ഹൈക്കമാൻഡ് എന്താണ്? അതൊരിക്കൽ പോലും മല്ലികാർജുൻ ഖാർഗെ അല്ല എന്നുള്ള കാര്യം നമുക്കറിയാം. അത് നമുക്ക് കോൺഗ്രസിൽ ഗാന്ധിയുടെ കാലത്ത് അല്ലെങ്കിൽ സ്വാതന്ത്ര്യം കിട്ടുന്നവരെ ഹൈക്കമാൻഡ് ഇല്ലായിരുന്നു, അവിടെ വർക്കിംഗ് കമ്മിറ്റിയേ ഉള്ളൂ. ഗാന്ധിയുടെ നിലപാടിനെ പോലും തള്ളിക്കളഞ്ഞിട്ടുള്ള വർക്കിംഗ് കമ്മിറ്റി, അത് ഗാന്ധിക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല. ഗാന്ധി വിഭജനം പാടില്ല എന്ന് പറഞ്ഞു. എന്റെ ശവശരീരത്തിൽ ചവിട്ടിയിട്ടായിരിക്കും ഇവിടെ വിഭജനം ഉണ്ടാവുക എന്ന് പറഞ്ഞയാളാണ് ഗാന്ധി. ആ ഗാന്ധിയുടെ നിലപാടിനെ പൂർണ്ണമായിട്ടും തള്ളിയിട്ട് ഗാന്ധി ഇല്ലാത്ത സമയത്താണ് കോൺഗ്രസിന്റെ വർക്കിംഗ് കമ്മിറ്റി തീരുമാനമെടുത്തത്. നമ്മൾ അത് ജനാധിപത്യപരമാണ്. ഒരു വ്യക്തിയല്ല തീരുമാനിക്കേണ്ടത്, കമ്മിറ്റിയാണ് തീരുമാനിക്കേണ്ടത്. ഞാൻ അതിനോട് യോജിക്കുന്നു. അത് അവർ എടുത്ത നിലപാട് ശരിയായാലും തെറ്റായാലും വർക്കിംഗ് കമ്മിറ്റിയാണ് ഹൈക്കമാൻഡ്. ഇപ്പൊ വർക്കിംഗ് കമ്മിറ്റിയല്ല, വർക്കിംഗ് കമ്മിറ്റിയിൽ ഒരാളാണ് ഇപ്പൊ കുറ്റപ്പെടുത്തുന്നത്, വേറൊരാളാണ് ചിദംബരം ഈ വളരെ ശക്തമായ രൂപത്തിൽ ഈ അന്നത്തെ ഈ പഞ്ചാബില് നടത്തിയുള്ള ബ്ലൂ സ്റ്റാർ ഓപ്പറേഷൻ അതിനെതിരെ പരസ്യമായി പറഞ്ഞില്ലേ, വിഡ്ഢിത്തമായിരുന്നു എന്ന് പറഞ്ഞില്ലേ. അപ്പൊ ഇങ്ങനെ കോൺഗ്രസിന്റെ ഹൈക്കമാൻഡ് അല്ല, ഹൈക്കമാൻഡ് എന്ന് പറയുന്നത് വർക്കിംഗ് കമ്മിറ്റി അല്ലാതായി മാറി. ഒറ്റ കമാൻഡേ ഉള്ളൂ. ഇപ്പൊ രാഹുൽ ഗാന്ധി അദ്ദേഹത്തോടൊപ്പം നിൽക്കുന്ന അദ്ദേഹത്തിന്റെ മാതാവും സഹോദരിയും, ഇനി അദ്ദേഹത്തിന്റെ സഹോദരി ഭർത്താവ് ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ഏതായാലും ഈ BJPക്ക് കൊടുത്ത തെരഞ്ഞെടുപ്പ് ഫണ്ടിലുണ്ട്.
അതെ. അപ്പൊ അതാണ് സ്വാഭാവികമായിട്ട് അപ്പൊ അങ്ങനെ ഒരു നിലപാട് ഒരു ജനാധിപത്യം, എനിക്ക് കോൺഗ്രസിനോട് വിരോധം ഉണ്ടല്ലോ, അവർ ഈ നിലപാട് എടുത്താൽ എനിക്ക് വിരോധമില്ല. കാരണം ഞാൻ കോൺഗ്രസ്സുകാരനല്ലാത്തതുകൊണ്ടും ഞാനൊരു രാഷ്ട്രീയ പാർട്ടിയുടെയും ഭാഗമല്ലാത്തതുകൊണ്ടും ഒരു പാർട്ടി ഞങ്ങൾ എങ്ങനെയാണെന്ന് പറയുമ്പോൾ അത് തെറ്റാണ്, അത് ജനാധിപത്യ വിരുദ്ധമാണെന്ന് പറയാനുള്ള അവകാശം എനിക്കുണ്ട്. അതെ അതെ, തീർച്ചയായും തീർച്ചയായും ആ സ്വാതന്ത്ര്യത്തിന് മേലൊന്നും ആ നിലപാട് അവരെടുക്കുമ്പോ അത്ഭുതമേ തോന്നൂ. കാരണം കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനം അതിന് എന്താണ് തുടക്കം മുതൽ അവിടെ വന്നിട്ടുള്ള മാറ്റം എന്ന് പറയുന്നത് അതൊരു വലിയൊരു ജനകീയ പ്രസ്ഥാനമായിട്ട് ഗാന്ധി കൊണ്ടുവരുന്നു. അതിനുശേഷം അതിന്റെ തണൽ മാത്രമാണ് ഇപ്പോഴും കോൺഗ്രസിന് വേരായിട്ട് ഇവിടെയുള്ളത്. മഹാത്മാഗാന്ധി ഉണ്ടാക്കിയിട്ടുള്ള പേര്, അതിന്റെ ആദ്യത്തിന്റെ പേര് കൂടി ചേർത്തിട്ടാണ് ഗാന്ധി കുടുംബം ഫിറോസ് ഗാന്ധി എന്നങ്ങണ്ടായിരുന്നു, അത് പിന്നീട് ഗാന്ധിയായി അങ്ങനെ ലോപിച്ച് ഗാന്ധിയിലേക്ക് പോയതാണെന്നൊക്കെയാണ് കേൾക്കുന്നത്. അല്ലെങ്കിൽ ഇന്ദിരാ നെഹ്റു എന്നല്ലേ വരൂ അല്ലേ? നെഹ്റു ഫാമിലിയാണ് അത്. ഇത് ഫിറോസ് ഗാന്ധിയുടെ കാര്യത്തിൽ തന്നെ അദ്ദേഹം ഗാന്ധി ആയാലും ഗന്ധി എന്നാണ് അവരുടെ കുടുംബ പേരുള്ളത്. അപ്പൊ എന്തായാലും പക്ഷെ ഫിറോസ് ഗാന്ധിയെ പോലും തള്ളിക്കളഞ്ഞിട്ടാണ് പിന്നീട് പോകുന്നത്. ഇന്ദിരാഗാന്ധി പ്രേമിച്ച് വിവാഹം കഴിച്ച ആളാണെങ്കിൽ പോലും കളഞ്ഞിട്ടുണ്ട്. കാരണം ആ ഗാന്ധിയെ ഫിറോസ് ഗാന്ധിയെ ഉപേക്ഷിച്ചിട്ടുള്ള ഒരു ഗാന്ധി ആണ് ഏറ്റെടുക്കുന്നത്. അത് പലപ്പോഴും ഈ മഹാത്മാഗാന്ധിയുടെ തണൽ, ആ തണലാണ് ഈ കോൺഗ്രസിന്റെ അടിത്തറ എന്ന് ഇപ്പോഴെങ്കിലും കോൺഗ്രസ്സുകാർ മനസ്സിലാക്കണം. അങ്ങനെയായിരുന്നു ഗാന്ധി കുടുംബത്തിൽ ആരാണുള്ളത്, ആരാണ് രാഷ്ട്രീയത്തിലേക്ക് പിന്നീട് ഈ കോൺഗ്രസ്സുകാർ കൈപിടിച്ച് ഉയർത്തിയിട്ടുള്ളത്? നമ്മൾ നോക്കേണ്ടത് അധികാരം വേണ്ട എന്ന് തീരുമാനിച്ച അന്ന് അക്കാലത്ത് ഗാന്ധി പറയാണ്, ഞാനായിരിക്കും ഇന്ത്യയുടെ സുപ്രീം, ഞാനായിരിക്കും പ്രധാനമന്ത്രി, അല്ലെ ഞാനായിരിക്കും ഗവർണർ ജനറൽ എന്ന് തീരുമാനിച്ചത്. ജിന്നെ അങ്ങനെയാണല്ലോ തീരുമാനിച്ചത്. പ്രധാനമന്ത്രി വേറെ ആരായാലും ഞാനാണ് ഈ പാകിസ്ഥാന്റെ ഗവർണർ ജനറൽ എന്ന് ജിന്ന തീരുമാനിക്കും. അതേപോലെ ഗാന്ധി തീരുമാനിച്ചാൽ ഇവിടെ ഇവിടെയുള്ള മുഴുവൻ ജനങ്ങളും അത് മതി, മതി എന്ന് പറഞ്ഞു. പക്ഷെ ഗാന്ധി ചെയ്തില്ല. അത് പക്ഷെ ചെയ്തില്ല. അത് അദ്ദേഹം എന്താണ് കുറെ കൂടി യോഗ്യം എന്നുള്ളതിനേക്കാൾ കൂടുതൽ തന്റെ ആശയങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഇതുപോലുള്ള രീതി മതേതരപരമായി ചിന്തിക്കുന്ന ആളെന്നുള്ളതൊക്കെയാണ് നെഹ്റുവിനെ കൊടുത്തത്. അദ്ദേഹം അതിനർത്ഥം ഇനി നെഹ്റുവിന്റെ കുടുംബം ഭരിച്ചാൽ മതി എന്നുള്ള എനിക്കല്ല ഗാന്ധി അതിനാണ് സമ്മതിച്ചിട്ടുള്ളത്. അപ്പൊ നമ്മൾ ഈ കുടുംബാധിപത്യം മഹനീയമാണ്. ബാക്കി താങ്കൾ തന്നെ നേരത്തെ പറഞ്ഞ പോലെ പിന്നീട് അവരുടെ ഇതിനെ കുടുംബാധിപത്യത്തെ എതിർത്ത ആളുകളുടെ മക്കളൊക്കെ പിന്നെ അതിന്റെ മക്കൾ രാഷ്ട്രീയത്തിന്റെ ആളുകളായിട്ടുണ്ട്. നമ്മുടെ കരുണാകരന്റെ ആണെങ്കിലും വീരേന്ദ്രകുമാറിന്റെ ആണെങ്കിലും ഇവിടെ കേരളത്തിൽ തന്നെ പറയാൻ ഇഷ്ടം പോലെയുണ്ട്. എ കെ ആന്റണി പോലും